കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ്, അമ്പാടിയിലെ കളിക്കുന്ന ഏത് രൂപത്തിലാണ് അവിടെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത് എന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്ന് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് വേണമെങ്കിൽ നാളികേരം ഒന്ന് മുട്ടക്കറക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ അകത്തേക്ക് പോരുമ്പോൾ ആ കൊടിമരം ഇങ്ങനെ കാണാം. കൊടിമരത്തിൻ്റെ നേരെ മുന്നിലേക്ക് നോക്കിയാൽ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ സ്വർണം പതിച്ച് കാണാം. അതിന് നടുക്കായിട്ടുള്ള ആ മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലേക്കുള്ള നോട്ടം. അങ്ങനെ നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിക്കുക. അത് കഴിഞ്ഞ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. നല്ലൊരു കാഴ്ചയാണ്. അലങ്കാര വിഭൂഷിതരായിട്ടുള്ള ആ ഉണ്ണീനെ കാണാം നമുക്ക്. അങ്ങനെ കാൽവളകൾ കാണാണ്ട്, കാൽപാദം കാണാണ്ട്, കാൽവളകൾ കാണാണ്ട് മുകളിലേക്ക് ഇങ്ങനെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു കാശുമാല, അങ്ങനത്തെ 3 മാലകളുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകൾ എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലിൽ ഇങ്ങനെ മാറോടത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ വലത്തെ കൈയും മാറോട് ചേർത്തിട്ട് 2 കൈ ഇങ്ങനെ മാറോട് ചേർത്തിട്ട് ഒരു കയ്യിൽ ഓടക്കുഴലും ഒരു കയ്യിൽ താമരയും, നല്ലൊരു താമര കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിടിച്ച് നിൽക്കാം. ഏതാ വേണ്ടിച്ചാൽ തരാം ഭക്തർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി നിൽക്കണതേ. ആ അമ്പാടിയിലെ ഓരോരോ രൂപങ്ങളല്ലേ കളഭാലങ്കാരത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് ആ വേലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതായത് ആ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാല 2 ഉണ്ട്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവാണ്. പിന്നെ തുളസിയും തെച്ചിയായിട്ടുള്ളതൊന്നും. അതേപോലെ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി ഒക്കെ സമമായിട്ട് ഇങ്ങനെയുള്ളത്, നല്ല കട്ടിയുള്ളൊരു ഉണ്ടമാല. അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. പിന്നെ അതിന് മുകളിലേക്ക് നോക്കിയാൽ 3-4 തുളസി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു താമരയുണ്ട് വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതാണ് ഇന്നിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തെ ഉള്ള ആ കളഭാലങ്കാരം, ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള അലങ്കാരം കേട്ടോ. ഇപ്പോൾ നാളെ രാവിലെ വരെയും ആ അലങ്കാരം ഉണ്ടാവുക. അപ്പോൾ അത് ഓർക്കുക. അഥവാ വല്ല പുണ്യാഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അവിചാരിതമായിട്ടുണ്ടെങ്കിലാണ് വേറൊരു അലങ്കാര രൂപം ഉണ്ടാവുക. അതല്ലെങ്കിൽ ഇതുതന്നെയാണ് നമ്മളിപ്പോൾ രാത്രി കാണുന്നതും ഒക്കെ കാണുന്ന രൂപം ഇതുതന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് വിചാരിക്കുക. എൻ്റെ ശബ്ദം എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് ആ സമയം ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ്. ആ സന്നിധിയിലേക്ക് നോക്കിയിട്ട്, ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഭഗവാനെ കാണുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവിടെ എത്തി തൊഴുത പോലെയാവും. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും ചെയ്യും. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ശ്രീലകത്തു നിന്ന് ഇങ്ങനെ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുത്, തിടപ്പള്ളി നോക്കി തൊഴുത്, നേരെ ചുവരിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വന്നാൽ ഗണേശനെ കാണാം. ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, അത്യാവശ്യമൊക്കെ തിരക്ക് തന്നെയാണ്. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ട് ചാർത്തി വരികയാണ്. മുഖമൊക്കെ കഴിഞ്ഞു. അതേപോലെ ദേഹം ഇങ്ങനെ ആയി വരുന്നു. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്. പിന്നെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഭഗവാന്റെ ഒരു തിരുരൂപത്തെ കാണുന്നത്, ഗണേശന്. എല്ലാവരും ആ ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ, ആ സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അങ്ങനെ കണ്ട് തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാവുന്ന തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ഒക്കെ കണ്ട് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ആ വിഷ്ണുവിനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ ഗരുഡാരൂഢനായിരിക്കുന്ന ആ വിഷ്ണുവിനെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് വരാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്ന് തൊഴാം. അവിടെ നിന്ന് എങ്ങനെയാ വെച്ചാൽ കുറച്ച് താമരകളാണ് കൂടുതലുള്ളത്. പിന്നെ മുകളിൽ തുളസിയുണ്ട്, വെളുത്ത പൂവുണ്ട്. അങ്ങനെയാണ് മാലകളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ഒക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ കണ്ണനെയും കണ്ടു, അതേപോലെ മുരുകനെയും കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും അതേപോലെ ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരാം. നമുക്ക് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വരാം. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് അങ്ങനെ നമുക്ക് നൃത്താറിയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ പ്രസാദ കൗണ്ടറിൻ്റെ എത്തിയാൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതേപോലെ ഇനി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതീനെ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്കിനിടയിലൂടെ നമുക്കിങ്ങനെ പോയാൽ ഭഗവതിയുടെ രൂപം എന്ത് രൂപത്തിലാണ് ഭഗവതി കാത്തിരിക്കണത് നമ്മളെ അനുഗ്രഹിക്കാൻ നോക്കാം. അങ്ങനെ പോകുമ്പോൾ നിറയെ തിരക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയാൽ നമുക്ക് ആ നടുക്ക് കൂടെ അങ്ങോട്ട് വന്ന് കയറി വന്നാൽ സുഖമായിട്ട് തൊഴാം. അപ്പോൾ അങ്ങനെ തൊഴുതും നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഗോളകയാണ്. അതേപോലെ ധാരാളം പൂക്കളുണ്ട്. നല്ല താമരപ്പൂക്കളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. താമര ഇതൾ കൊണ്ടാണ് കുറേ ഉണ്ട്. പിന്നെ അതേപോലെ തെച്ചിയുണ്ട്, തുളസിയൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളം അർച്ചനപ്പൂക്കളാണ്, അർച്ചനയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ എത്തി നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ആ ഒരു ദർശനം കിട്ടിയ പോലെയാവും. അവിടെ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ പൊന്നുണ്ണീനെ ആ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന താമരപ്പൂവും ഓടക്കോയിലും പിടിച്ചിരിക്കുന്ന ഉണ്ണീനെ പിടിച്ച് നിൽക്കുന്ന ഉണ്ണീനെ കണ്ട് തൊഴാം. നമസ്കരിക്കലും കഴിഞ്ഞ് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ അവിടെ പിന്നെ അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ അധികം ചോറൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുമില്ല. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമീനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആ കിരീടമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മഞ്ഞ പട്ടൊക്കെയാണ്, അതായത് സ്വർണത്തിൻ്റെ കളറിൽ ഉള്ള പട്ടൊക്കെ ഇങ്ങനെ ഇട്ട് മേലെ ആസകലം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കളഭമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല സുന്ദരമായിട്ടാണ് ഇരിക്കുന്നത് അയ്യപ്പസ്വാമി. പിന്നെ ധാരാളം പൂക്കളും ഉണ്ട് കേട്ടോ. പൂക്കൾ പിന്നെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ നമ്മൾ പടിഞ്ഞാറൻ നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറൻ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പൂന്താനാലയത്തിൽ വന്നിട്ട് ഭഗവാനെ പൂജിച്ചിരുന്ന ആ ഭഗവാന്റെ വിഗ്രഹം, പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ ഒന്ന് കണ്ട് തൊഴുത്
നമ്മൾ ഭഗവതിയുടെ നടയിലേക്ക് വീണ്ടും വരാം. അവിടുന്ന് ഒന്നുകൂടി തൊഴാം. പിന്നെ നമ്മൾ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി തൊഴുത് വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഭഗവാനെ, ആ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവരവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. റാണി ലക്ഷ്മി മകീരം നല്ല ഒരു വീട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീകലാശ്രീ അവിട്ട നക്ഷത്രമാണ്. അതുപോലെ തിരുമേനി വിജിത്ത് മകീരം, ശ്രീജിത്ത് പൂരം പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനാണ്. പിന്നെ ശാരദാമ്മയുടെ പേരമകൻ നിർമ്മൽ അനീഴം ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കും അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അവരവർ വിചാരിക്കുന്ന കാര്യങ്ങളും ആ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.